ഹലോ ഗൈസ്, അപ്പത്തേന്ന് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്കാണ് ഗൈസ്. പോർക്ക് അപ്പത്തേ ഞാൻ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, ചതച്ചതാണ്. അത് മൊത്തം ഇടുന്നില്ല, പകുതി ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉപ്പ് ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഗരം മസാല ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ട് മുളക് കീറിയതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കുറേ നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എനിക്ക് അരമണിക്കൂറൊക്കെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കാരണം ഞാൻ 5 മിനിറ്റേ വെച്ചുള്ളൂ. എന്നിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടത് വേവിക്കാനായിട്ട് വെക്കുവാണ്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. അപ്പൊ നമ്മുടെ പോർക്കൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ പരുവായിട്ടുണ്ട്. ഇനി നമ്മളിത് മസാല ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, കാരണം ആവശ്യത്തിലുള്ള എണ്ണ നമ്മുടെ പോർക്കിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലോട്ട് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ ബാക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പോർക്കിൽ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തിൽ വേറെ എണ്ണ ഒഴിച്ചിട്ടില്ല, കാരണം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ ഉള്ളി വഴണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളത് കാരണമാണ് നമ്മൾ ഇതിൽ നിന്ന് എണ്ണ എടുത്തൊഴിച്ച് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉള്ളി വഴറ്റി കഴിയുമ്പോഴത്തേന് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അത് ഇളക്കിയിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ ഗരം മസാല ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി അതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അത് കഴിയുമ്പോഴത്തേന് ഞാനാണെങ്കിൽ മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി അതിന്റെ പച്ചമണം മാറാനായിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമ്മളിനി അതിലോട്ട് പോർക്ക് ഇടാനായിട്ട് പോകണം. ഞാൻ ഉപ്പിടാൻ മറന്നായിരുന്നു, അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പ് നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ഉപ്പിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മുടെ പോർക്കൊക്കെ എടുത്ത് നമ്മൾ ഇതിനെ മസാലക്കകത്തിലോട്ട് ഇടുവാണ്. അങ്ങനെ നല്ലതായിട്ട് അതെല്ലാം വടിച്ച് മൊത്തം ഇടണം കേട്ടോ, നല്ല വിലയുള്ള സാധനം കളയാൻ പാടില്ല. അങ്ങനെ നമ്മൾ മൊത്തം ഇട്ട് നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന്റെ മസാലയും പോർക്കും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ തിളയ്ക്കാനായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേന് കുറച്ചുകൂടി എരിവിന് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവുകളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണോണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടും എരിവ് കുറഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കഴിക്കാനായിട്ട് എടുത്തു. എൻ്റെ ദൈവമേ, എന്നാ ടേസ്റ്റ് ആയിരുന്നെന്നറിയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കാരണം ഒന്നും പറയാനില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.